ഹായ് പിള്ളേരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ അമ്മ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഡെൻറ്റിസ്ട്രിയെ പറ്റിയിട്ട്. ഞാൻ ബേസിക്കലി ഡെൻറ്റിസ്റ്റാണ്. സോ എൻ്റെ കോഴ്സിനെ പറ്റി ഒരു കംപ്ലീറ്റ് ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എനിക്ക് ഈ ഒരു ടോപ്പിക്ക് എന്തുകൊണ്ടാണ് പറയാൻ തോന്നിയെന്ന് വെച്ചാൽ, എൻ്റെ DM-ൽ ഒരു കുട്ടി വന്നിട്ട് ഡൗട്ട് ചോദിച്ചിരുന്നു. ഞാനിപ്പം എൻട്രൻസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കോഴ്സസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ കോച്ചിങ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കോഴ്സ് എടുത്താൽ വർത്ത് ആയിരിക്കുമോ, ഡോക്ടർ ഏത് കോളേജിലാണ് പഠിച്ചതെന്നും പഠിച്ച ഡീറ്റെയിൽസും ഏത് യൂണിവേഴ്സിറ്റി ആയിരിക്കും നല്ലതെന്നും അങ്ങനെ ഞാൻ തന്നെ പഠിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിനെ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ആരെങ്കിലും ഒരു വീഡിയോ ചെയ്തായിരുന്നെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നതിനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. സോ ഞാൻ ഡെൻറ്റിസ്ട്രിയെ പറ്റി പറയാനാണെങ്കിൽ ആക്ച്വലി വളരെ നല്ലൊരു സബ്ജക്റ്റാണ് ഡെൻറ്റിസ്ട്രി എന്ന് പറയുന്നത്. കാരണം വളരെ വാസ്റ്റ് ആയിട്ടുള്ള പോർഷനാണ്. നമ്മളിപ്പം ബേസിക് ഒരു മെഡിസിൻ MBBS അല്ലെങ്കിൽ BAMS ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ജനറൽ സ്റ്റഡി അല്ലേ നമ്മൾ യൂഷ്വലി ചെയ്യുക. കംപ്ലീറ്റ് നമ്മൾ ബോഡിയുടെ അനാട്ടമി തൊട്ട് ഹിസ്റ്റോളജി തൊട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും A to Z നമ്മൾ പഠിക്കുന്നു. പക്ഷേ BDSൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്പെഷ്യലൈസേഷനാണ് ചെയ്യുന്നത്. കാരണം ഒരു 3rd ഇയർ വരെ നമുക്കൊരു കോമൺ ആയിട്ട് മെഡിക്കൽ സബ്ജക്ട്സ് എല്ലാം നമ്മൾ ഡീലും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വിത്ത് പ്രാക്ടിക്കൽ നമ്മൾ തിയറി മാത്രമല്ല, വിത്ത് പ്രാക്ടിക്കൽ നമ്മൾ ഡെൻറ്റിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്ലസ് നമ്മൾ മെഡിക്കൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പ്ലസ് നമ്മൾ ഡെൻറ്റലിൻ്റെ സബ്ജക്ട്സും പഠിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു സ്പെഷ്യലൈസേഷനാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് സബ്ജക്റ്റ് എത്രത്തോളം വാസ്റ്റാണെന്ന് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാം. കാരണം അതിനായിട്ടൊരു സ്പെഷ്യലൈസേഷൻ ഒരു കോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത്രയും വാസ്റ്റാണ്. നമ്മളൊരു പുറമേ നോക്കുമ്പോൾ ഒരു 32 പല്ലല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ പല്ല് പറിക്കാൻ അറിയുമോ എന്നല്ല, ആ പല്ലിനെ പറ്റി പഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. ആൻഡ് പല്ലിൻ്റെ ആ ഭാഗങ്ങളിൽ കണക്ട് ചെയ്യാത്ത ഞരമ്പുകളില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഞരമ്പുകൾ നമ്മളുടെ പല്ലിൻ്റെയും അതിനെ അടുത്തുള്ള സ്ട്രക്ചറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു അറിവും ഇല്ലാതെ നമുക്ക് ഒരിക്കലും ആ പല്ല് പറിക്കാനോ അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യാനൊന്നും പറ്റില്ല. നന്നായിട്ട് അതിനെപ്പറ്റി ഡെപ്തിൽ തന്നെ നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഒരു OPD ചെയ്യുമ്പം ഒരു പെർട്ടിക്കുലർ ടിഷ്യൂ അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ക്യാൻസറസ് ആണോ അല്ലെങ്കിൽ അത് നോർമൽ ഒരു ഗ്രോത്ത് ആണോ, ഇതൊക്കെ നമുക്കെന്ന് വെച്ചാൽ അത്രയും എക്സ്പീരിയൻസും അതേപോലെ തന്നെ നമുക്ക് ഡെപ്ത് നോളജ് ആ സബ്ജക്റ്റിനെ പറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് എക്സാമിൻ ചെയ്ത് ആ പേഷ്യൻറ്റിനെ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പറഞ്ഞയക്കാൻ പറ്റുള്ളൂ. ആൻഡ് BDSൻ്റെ നമ്മൾ നെക്സ്റ്റ് പഠിത്തം എന്ന് പറയുന്നത് PG ആണ്. PGയിൽ നമ്മൾ എന്താ പറയുന്നത്, ഇതിൻ്റെയും ഹൈ ലെവൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാം എന്തുമാത്രം ബ്രാഞ്ചസ് ഈ ഡെൻറ്റിസ്ട്രിക്ക് ഉണ്ടെന്നും ഡെൻറ്റിസ്ട്രി എത്ര വാസ്റ്റ് ആണെന്നും. ഒരു കടൽ പോലെ കിടക്കുകയാണ് ആക്ച്വലി. ആൻഡ് 9 സ്പെഷ്യലൈസേഷനാണ് നമുക്ക് ഡെൻറ്റിസ്ട്രിയിൽ കഴിഞ്ഞിട്ട് MDS എടുക്കാൻ പോകുമ്പോൾ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എങ്ങനെ ജോയിൻ ചെയ്യണമെന്ന് വെച്ചാൽ, പണ്ടൊക്കെ ആയിരുന്നു നമ്മുടെ ഓൾ ഇന്ത്യ കേരള മെഡിക്കൽ എന്നൊക്കെ പറഞ്ഞ എൻട്രൻസസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതേസമയം ഒറ്റൊരു എൻട്രൻസേ ഉള്ളൂ, നീറ്റ് എന്ന് പറഞ്ഞിട്ട് എക്സാമാണ്. അപ്പം നമ്മൾ നീറ്റ് എക്സാം എപ്പോഴാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് എഴുതുക. ആൻഡ് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു 7th തൊട്ടുള്ള ഒരു ബേസിക് സയൻസ് തൊട്ട് 12th വരെയുള്ള ഒരു ഹൈ ലെവൽ എഡ്യൂക്കേഷൻ. നമ്മളപ്പോൾ ഒരു സത്യം പറഞ്ഞാൽ ഒരു കുട്ടി എപ്പോൾ തൊട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്ന് വെച്ചാൽ ഒരു 7th 8th തൊട്ട് നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ സ്ട്രോങ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ബേസ് കിട്ടിയാൽ മാത്രമേ നമ്മൾ ഒരിക്കലും ഒരു മിക്ക കുട്ടികളും ചെയ്യുന്ന തെറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു 11th അല്ലെങ്കിൽ 12th കഴിയുമ്പോഴത്തേക്കാണ് അവർ എൻട്രൻസിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു 11th ഒക്കെ ആകുമ്പോഴാണ് എൻട്രൻസ് എഴുതണം അല്ലെങ്കിൽ എനിക്ക് ഈ കോഴ്സിന് പോകണം എന്ന് പറഞ്ഞാൽ അവർ ഫോക്കസ് ചെയ്യാൻ തുടങ്ങുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമുക്കൊരു ബേസിക് നോളജ് കിട്ടണം. അത് നമുക്കൊരു 8th സയൻസ് വെച്ച് തൊട്ട് തന്നെ നമുക്കത് കിട്ടി തുടങ്ങണം. സോ നിങ്ങളൊരു പേരൻ്റാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ ഒരു 8th തൊട്ട് പ്രോപ്പറായിട്ട് ഈ 3 സബ്ജക്ട്സ് നല്ല രീതിയിൽ നിങ്ങൾ പഠിപ്പിക്കണം. ആ ഒരു അതിൻ്റെ പിന്നിലുള്ള എന്തുകൊണ്ടാണ് ഈ ഇക്വേഷൻ നമ്മളിവിടെ എഴുതുന്നത്, ഫിസിക്സിൻ്റെ ആണ് പറഞ്ഞത്. അതേപോലെ തന്നെ കെമിസ്ട്രിയിൽ എന്തുകൊണ്ടാണ് ഇപ്പം ഇവിടെ ഒരു OH നമ്മൾ ഇട്ടത്, ഇൻഓർഗാനിക്കിൽ എന്തുകൊണ്ടാണ് ആ OH പെർട്ടിക്കുലർ സ്പേസിൽ വന്നത്, എല്ലാം നമുക്ക് ആ ഒരു ബേസ് തൊട്ട് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ആ ഒരു നീറ്റ് എക്സാം പാസ്സാവാൻ പറ്റുള്ളൂ. ആൻഡ് നമുക്ക് കേരളത്തിലെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ലിമിറ്റഡ് ഗവൺമെൻറ് കോളേജസ് നമുക്ക് കേരളത്തിലുള്ളൂ. യൂണിവേഴ്സിറ്റിയെ പറ്റി പറയാനാണെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി കുഹാസ് തന്നെയാണ്, നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി, അത് കഴിഞ്ഞിട്ട് നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ MGR യൂണിവേഴ്സിറ്റി ഒക്കെയാണ്. പിന്നെ കുറേ ഡീംഡ് യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ മോർ ഡീറ്റെയിൽസ് പറയണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി, ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പം ലിമിറ്റഡ് ഗവൺമെൻറ് കോളേജസ് ആണ് നമുക്ക് കേരളത്തിൽ ഉള്ളത്. അപ്പോൾ അത്രയും ഹൈ റാങ്കിങ് നമുക്ക് വേണം.
ആൻഡ് റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നല്ല റാങ്ക് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഗവൺമെൻറ് കോളേജസിൽ കിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് സെൽഫ് ഫിനാൻസിങ് മാനേജ്മെൻറ്റ് ഒക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ഒരു BDS പഠിച്ചിറങ്ങാൻ എങ്ങനെ പോലെ ഒരു 30 lakh അതിൽ അബോവ് ആയെങ്കിലേ ഉള്ളൂ. 30 lakh നമ്മുടെ ബേസിക് ആണ്. ഒരു 30 lakh നമുക്ക് എവറിത്തിങ് ഈച്ച് ആൻഡ് എവറിത്തിങ് നമുക്കൊരു ട്യൂഷൻ ഫീസ് മാത്രമല്ല ഞാൻ പറയുന്നത്. ഇപ്പം എൻ്റെ അറിവിൽ കേരളത്തിൽ 2.9 കണ്ടായിരുന്നു ലാസ്റ്റ് എൻ്റെ ഒരു സമയത്തൊക്കെ മാനേജ്മെൻറ്റ് സീറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് കർണാടകയിലും ഈ സെയിം റേറ്റ് തന്നെയാണ്, 3 lakh per year അങ്ങനെയുള്ളൊരു ഫീസ് സ്ട്രക്ചറാണ് വരുന്നത്. തമിഴ്നാട്ടിനെ പറ്റി എനിക്ക് ഒരുപാട് അറിയില്ല കേട്ടോ. പക്ഷേ യൂണിവേഴ്സിറ്റി നല്ലതാണ്. ആഫ്റ്റർ കുഹാസ് ആൻഡ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി നമ്മൾ MGR യൂണിവേഴ്സിറ്റിയൊക്കെ റെക്കമെൻഡ് ചെയ്യും. ആൻഡ് ഞാനൊരു RGHS സ്റ്റുഡൻ്റ് ആണ്. അപ്പം യൂണിവേഴ്സിറ്റിയെ പറ്റി പറയാനാണെങ്കിൽ ഒരിക്കലും എളുപ്പമല്ല. നമ്മൾ നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ എക്സാം പാസ്സാവാൻ പറ്റുള്ളൂ. വെറുതെ ആരും നമുക്കൊരു ഡെസിഗ്നേഷൻ ഡോക്ടറേറ്റ് നമുക്ക് തരില്ല. ഓക്കെ, നമ്മൾ അതിന് പിന്നിൽ ശരിക്കും ഉറക്കൊളച്ച് കഷ്ടപ്പെട്ട് നമ്മൾ പ്രാക്ടിക്കൽ ഒരു സൈഡിൽ നമ്മൾ പഠിക്കണം, അതേപോലെ തന്നെ നമ്മൾ തിയറിയും അറിഞ്ഞിരിക്കണം. ഞാനൊക്കെ ഹോൾ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ട് പോയ എക്സാമുകളുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ ഔട്ട് ഓഫ് സിലബസ് അല്ലെങ്കിൽ നമുക്കൊരു ഹൈ ലെവൽ, ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയുന്ന ഒരു ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് അറ്റ്ലീസ്റ്റ് അതിനെപ്പറ്റി എന്തെങ്കിലും ചുറ്റിപ്പറ്റി അറിയണം. അതുകൊണ്ട് ആ ടെക്സ്റ്റിൽ മാത്രം കൺസൈസ് ചെയ്താലും പറ്റില്ല. നമുക്ക് പല ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ റെഫർ ചെയ്തിട്ട് നമുക്ക് പോയാൽ മാത്രമേ കംപ്ലീറ്റ് ഒരു എക്സാം നല്ല രീതിയിൽ പാസ്സാവാൻ പറ്റുള്ളൂ. ആൻഡ് നിങ്ങൾക്കൊരു സപ്ലൈ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ 6 month ബാക്ക് ഒക്കെ ആയിരുന്നു നമുക്ക് വരുന്നത്. അപ്പോൾ ഒരു 5 to 5.5 years നമ്മളുടെ ഹാർഡ് വർക്കാണ് നമുക്ക് ആ ഒരു ഡെസിഗ്നേഷൻ കൊണ്ടുതരുന്നത്. അപ്പം സബ്ജക്റ്റ് വളരെ വാസ്റ്റാണ്. ഒരിക്കലും നമുക്ക് ചെന്നിട്ടൊരു വിഡ്രോവൽ എന്ന് പറയുന്നത് അതത്ര ഈസി അല്ല. ആൻഡ് മിക്കയിടത്തും ഫീസൊന്നും റീഫണ്ട് ചെയ്യില്ല. അതൊക്കെ വേറെ ഇഷ്യൂസിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ ഡെൻറ്റിസ്ട്രി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 10,000 തവണ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ അതിന് മെൻ്റലി പ്രിപ്പയർഡ് ആണോ അല്ലയോ എന്ന്. ആൻഡ് എൻ്റെയൊക്കെ സമയത്ത് ഞാൻ MBBS കിട്ടാത്ത ഒരു ഫ്രസ്ട്രേഷൻ BDS പോയി എടുത്ത ഒരു കുട്ടിയാണ്. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ പല്ലെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ കുറച്ചേ എക്സ്പെക്ട് ചെയ്യുള്ളൂ. പക്ഷെ ഭയങ്കര ഡെപ്തിലാണ് നമുക്ക് കോഴ്സസ് വരുന്നത്. ആൻഡ് സ്റ്റാർട്ടിങ് ബേസിക്കിലാണെങ്കിൽ നമുക്ക് എല്ലാ മെഡിക്കൽ സബ്ജക്ട്സ് ഉണ്ട്. അതൊന്നും അത്ര ഈസി അല്ല. നിങ്ങൾക്ക് ഏതെങ്കിലും MBBS ഫ്രണ്ട്സോ സീനിയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതേപോലെ തന്നെ കംപ്ലീറ്റ് നമ്മൾ അനാട്ടമി അറിഞ്ഞിരിക്കണം. കാരണം എവിടുന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. ഹെഡ് ടു നെക്ക് ആണ് നമ്മൾ പ്രിസൈസ്ഡ് പോർഷനാണ് നമുക്ക് തരുന്നതെങ്കിലും ഒരു 5 മാർക്കോ അല്ലെങ്കിൽ ഒരു 10 മാർക്ക് ഇതേപോലെ ഒരു ഹയർ ലെവലിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. സോ എല്ലാത്തിനെയും പറ്റി ഒരു വേഗമായിട്ട് നമുക്കൊരു നോളജ് വേണം എന്നുള്ളത് ശരി തന്നെയാണ്. പിന്നെ ടെല്ലിങ് അബൌട്ട് ചൂസിങ് ദിസ് പ്രൊഫഷൻ. ഇപ്പോൾ നമ്മൾ ഡെൻറ്റിസ്ട്രിയെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുമ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മാക്സിമം സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്ന കോളേജ് പെർഫെക്റ്റ് ആയിരിക്കണം. കാരണം വെറുതെ പഠിച്ച ഒരു ഡിഗ്രി അല്ല നമുക്ക് വേണ്ടത്. കാരണം അങ്ങനെ കിട്ടിയ കൊളീഗ്സ് എനിക്കുണ്ടായിരുന്നു. മീൻസ് പേരിനൊരു സർട്ടിഫിക്കേഷൻ. പക്ഷെ അങ്ങനെ പഠിക്കുന്നവർക്ക് നമ്മൾ ക്ലിനിക്കൽ സൈഡിൽ വരുമ്പോഴത്തേക്ക് ഭയങ്കര ടഫാണ്. അവർക്ക് ഒരു ബേസിക് തൊട്ടേ ഭയങ്കര ടഫാണ് വരുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ക്ലിനിക്കിലൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷേ എങ്കിൽ നമുക്കൊരു ബേസ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ മറ്റുള്ളവർ എന്താണോ പറയുന്നതോ അല്ലെങ്കിൽ നമ്മുടെ സീനിയർ ഡോക്ടേഴ്സ് എന്താണോ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. സോ മാക്സിമം സ്കിൽ ഓൺ ചെയ്യുക. ഇപ്പം ഞാൻ കർണാടകയിലാണ് പഠിച്ചത്. എൻ്റെ കോളേജ് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, നല്ല കോളേജായിരുന്നു. ഞാൻ അൽബദ റൂറൽ ഡെൻ്റൽ കോളേജ് കലബുറഗി കർണാടകയിലാണ് പഠിച്ചത്. അപ്പോൾ കോളേജ് വൈസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഔട്ട് ഓഫ് 5 ഒരു 4 റേറ്റിംഗ് കൊടുക്കും. കാരണം പഠിച്ച സമയത്ത് നമുക്ക് മാനേജ്മെൻ്റ് ഒക്കെ ഇച്ചിരി ഇതാണോ എന്നൊക്കെ തോന്നിയെങ്കിലും ഫീസൊക്കെ ഭയങ്കര കൺസ്യൂമിങ് ആണെന്നൊക്കെ നമുക്ക് തോന്നും. കാരണം ഈ ഒരു ട്യൂഷൻ ഫീസ് അല്ലാതെ ഇവർ കുറേ അഡീഷണൽ ഫീസൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് മാനേജ്മെൻറ്റിനോട് ദേഷ്യം തോന്നും. പക്ഷേ എങ്കിൽ പഠിച്ചിറങ്ങിയപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത്. കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് എക്സ്ട്രാ അവർ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ കോഴ്സസ് ഒന്നും എത്രത്തോളം മാർക്കറ്റിൽ വാല്യുബിൾ ആണെന്ന് എനിക്കറിയില്ല. കാരണം DC അപ്രൂവ്ഡ് ഒന്നും അല്ല. പക്ഷെ നമ്മുടെ കോളേജിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ നമുക്ക് അവർ എക്സ്ട്രാ കോഴ്സസ് ഇൻറ്റേൺഷിപ്പിൽ തരുന്നുണ്ടായിരുന്നു. ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു എമർജൻസി സിറ്റുവേഷനിൽ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്, ഫോറൻസിക് ഓഡന്റോളജി, ഇതെല്ലാം നമുക്ക് അവർ എക്സ്ട്രാ ആയിട്ട് പഠിപ്പിച്ച് തരുന്നുണ്ടായിരുന്നേ.
അതേപോലെ തന്നെ ഞാൻ പഠിച്ചിട്ട് ഇറങ്ങിയപ്പം എൻ്റെ കുറേ കൊളീഗ്സിന് ബേസിക് RCT റൂട്ട് കനാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കോളേജിൽ നല്ല രീതിയിൽ തന്നെ അവർ റൂട്ട് കനാലും കാര്യങ്ങളൊക്കെ തിയറിയും പ്രാക്ടിക്കലും അവർ ഞങ്ങൾക്ക് എക്സ്ട്രാക്റ്റഡ് ടൂത്തിലും എല്ലാം നമുക്ക് ചെയ്യാൻ തരുന്നുണ്ടായിരുന്നു. ഹയർ സൈഡൊന്നും തന്നിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് വി ക്യാൻ ഒബ്സർവ് ഇറ്റ്, വി ക്യാൻ സ്റ്റഡി ഇറ്റ്. അപ്പം പഠിക്കേണ്ടവർക്കാണെങ്കിൽ അവിടെ നിന്ന് നല്ല രീതിയിൽ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതേസമയം നാട്ടിലോ അല്ലെങ്കിൽ മറ്റിടത്ത് പഠിച്ച എൻ്റെ കൊളീഗ്സിന് ബേസിക് അതുപോലും അറിയാത്തവരുണ്ടായിരുന്നു. എന്നെക്കാട്ടിലും ഒരുപക്ഷെ ഫീസ് അടച്ചവരാണ് അവരൊക്കെ. ഭയങ്കര മണി സീക്കിംഗ് മാനേജ്മെൻറ്റ് കോളേജിലൊക്കെ പഠിച്ച കുട്ടികളുണ്ട്. അപ്പോൾ എപ്പോഴും കോളേജ് ചൂസ് ചെയ്യുമ്പോൾ വളരെ വൈസായിട്ട് നിങ്ങൾ അതിൻ്റെ റിവ്യൂ ഒക്കെ വായിച്ച് നോക്കി അവിടെ പഠിക്കുന്ന ഏതെങ്കിലും കുട്ടികളെയൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് ഒരു 4 പേരുടെയെങ്കിലും ഒപ്പീനിയൻ ചോദിച്ചിട്ട് നിങ്ങൾ ആ ഒരു കോളേജ് അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. കാരണം എനിക്ക് അതൊക്കെ ഒരു പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. സോ ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരികയാണ്. നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജ് നല്ലതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിഗ്രി കൊണ്ട് നിങ്ങൾ പഠിച്ചു എന്നുള്ളത് പ്രത്യേകിച്ച് ഗുണം ഉണ്ടാവില്ല. ആൻഡ് ടെല്ലിങ് അബൌട്ട് ക്ലിനിക്കൽ സൈഡ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പം ഇപ്പോൾ മാർക്കറ്റിൽ ഭയങ്കര റഷാണ്, ഭയങ്കര സാച്ചുറേറ്റഡ് ആണ് ഡെൻറ്റിസ്ട്രി. സോ എൻ്റെ ബാച്ച് തന്നെ ഒരു 96 സ്റ്റുഡൻസ് ആയിരുന്നു ഞങ്ങൾ പാസ് ഔട്ട് ആയത്, ഞങ്ങളുടെ ബാച്ച്. സോ 96 സ്റ്റുഡൻസ് ഈ 5.5-6 ഇയേഴ്സ് ഒക്കെ പഠിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുമ്പം ഈ 96 സ്റ്റുഡൻസിനെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഡെൻറ്റൽ ക്ലിനിക്സ് ഉണ്ട്. പക്ഷേങ്കിൽ അതനുസരിച്ചുള്ള പേഷ്യൻറ്റും അതനുസരിച്ചുള്ള സാലറിയും ഒക്കെ നമുക്ക് ഇപ്പം ഇന്ത്യയിൽ കുറവാണ്. സാലറി വളരെ കുറവാണ്. നമുക്കതൊരു ക്ലിനിക്കൽ സൈഡിൽ ചെല്ലുമ്പം നമ്മുടെ ഡീപ്പ് ഇൻസൈഡ് നമുക്ക് ഒരു വിഷമം തോന്നും. 30 lakh ഒക്കെ ചിലവാക്കി പഠിച്ച് നമുക്ക് ഈ ഒരു സാലറി വേർത്താണോ? മറ്റ് പ്രൊഫഷൻ ഇപ്പോൾ ഒരു ഡിഗ്രി ലെവൽ പഠിച്ചു കഴിഞ്ഞ് വരുന്ന കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒക്കെ നമുക്കൊരു സാലറി വളരെ കുറവാണ് ഇന്ത്യയിൽ. ആൻഡ് പണി വെച്ച് നോക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം എല്ലാം ചെയ്യുന്നുമുണ്ട്, എല്ലാ സ്കിൽഡ് ആണേലും നമുക്ക് ചിലപ്പം അങ്ങനെ അത്രയും ഒരു വേജ് നമുക്ക് കിട്ടണം എന്നില്ല. എൻ്റെ കൂടെ പഠിച്ചവർ കുറേ പേരൊക്കെ ഒരു 8,000 വെച്ച് സ്റ്റാർട്ട് ചെയ്തവരുണ്ട്. അതേസമയം എൻ്റെയൊക്കെ ഒരു ക്ലിനിക്ക് നല്ലൊരു സാലറി വേജ് കൊടുക്കുന്നതാണ്. പക്ഷേ എന്നാലും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് ഡിഗ്രി പഠിച്ച കുട്ടികളോ അല്ലെങ്കിൽ മറ്റ് ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ഡിപ്ലോമ അങ്ങനെയുള്ള കുട്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഡീപ്പ് ഇൻസൈഡ് നമുക്ക് ആ ഒരു വാല്യൂ ഓഫ് ഡോക്ടർ എന്നുള്ളത് ഇന്ത്യയിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. ആൻഡ് ടെല്ലിങ് അബൌട്ട് അബ്രോഡ്, ഇപ്പം വളരെ സാച്ചുറേറ്റഡ് ആണ്. കാരണം പണ്ടത്തെ കൂട്ടല്ല, ഇപ്പം എല്ലാവരും അബ്രോഡ് പോയി സെറ്റിൽ ആവാൻ വേണ്ടി നോക്കുന്ന ആൾക്കാരാണ്. സോ ദുബായ് വെൽക്കമിങ് ആണ്, അബുദാബി അങ്ങനെയുള്ള UAE എമിറേറ്റ് എല്ലാം നമുക്ക് വെൽക്കമിങ് ആണ്. പക്ഷേങ്കിൽ സൗദി അറേബ്യ, ഒമാൻ ഇവിടെയൊക്കെ നമുക്ക്, ഒമാനും ഇപ്പോൾ എടുക്കുന്നുണ്ട് പക്ഷേ റെസ്ട്രിക്ഷൻ ഉണ്ട്, നല്ല ടഫാണ്. ഒമാൻ, കുവൈറ്റ് ഒക്കെ നല്ല ടഫാണ്. അല്ലെങ്കിൽ ബഹ്റൈൻ, മസ്കറ്റ് അവിടെയൊക്കെ അല്പം ബുദ്ധിമുട്ട് തന്നെയാണ്. സൗദി അറേബ്യയിലൊന്നും ഒട്ടുമേ BDS ഡെൻറ്റിസ്റ്റിനെ അവരൊരു 2021-22 തൊട്ടേ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഡെൻറ്റിസ്ട്രി പൂർണ്ണമായിട്ട് BDSകാരെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അവർ MDSകാരെയാണ് അവർക്ക് വേണ്ടത്. സോ അത്രയും സാച്ചുറേറ്റഡ് ആണ്. ആൻഡ് ടെല്ലിങ് അബൌട്ട് യൂറോപ്യൻ കൺട്രീസ്, ഇപ്പം അമേരിക്കൻ കൺട്രീസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് DDS എന്ന് പറഞ്ഞ കോഴ്സ് തന്നെ ചെയ്യണം. ആൻഡ് ഇപ്പം നിങ്ങൾ സ്പെഷ്യലൈസേഷന് വേണ്ടിയിട്ട് ഒരു MS കോഴ്സ് നിങ്ങളൊരു UK-ലോ മറ്റിടത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ, കാനഡയിലോ ഒക്കെ US നിങ്ങൾ കോഴ്സസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് അവിടെയും വരുന്നുണ്ട്. ആൻഡ് എക്സാം എഴുതി നിങ്ങളുടെ ഒരു സ്കില്ലും നിങ്ങളുടെ ഒരു ഡെഡിക്കേഷനും നിങ്ങളുടെ ഒരു കൺസിസ്റ്റൻസി ഒക്കെ പോലെ ഇരിക്കും ആ ഒരു എക്സാം കിട്ടാൻ. ടഫാണോ എന്ന് ചോദിച്ചാൽ ഡേറ്റ് ഒക്കെ കിട്ടാൻ അത്യാവശ്യം ടഫ് തന്നെയാണ്. ആൻഡ് അതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ എൻ്റെ അങ്ങനെയുള്ള ഫ്രണ്ട്സ്, ഇപ്പോൾ ORE എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിനോടും അല്ലെങ്കിൽ ഓൾറെഡി പാസ് ആയ എൻ്റെ സീനിയേഴ്സിനോടും ഒക്കെ ചോദിച്ചിട്ട് ഞാൻ അതിനെപ്പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ, ORE എക്സാമിനെയൊക്കെ പറ്റിയിട്ട്. സോ അത് അത്ര ഈസി അല്ല. ORE പാർട്ട് 1 പാർട്ട് 2 അങ്ങനെ 2 എക്സാംസ് ഒക്കെ ഉണ്ട്. പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും, പക്ഷെ നിങ്ങൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ വീണ്ടും നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് തന്നെ പേ ചെയ്യണം. അപ്പോൾ നിങ്ങളാണ് ആ വീട്ടിലെ ഇനി ബ്രെഡ് ഏർണർ ആവാൻ പോകുന്നത്, നിങ്ങളാണ് ആ വീട്ടിൽ സമ്പാദിക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ വളരെയധികം ചിന്തിച്ചിട്ട് ഈ പ്രൊഫഷൻ എടുക്കാവൂ. കാരണം നിങ്ങൾ ഇവിടുന്ന് പാസ് ഔട്ട് ആവുന്ന നിങ്ങളുടെ ഒരു ഏജ് ഒരു 23-24 ആയിരിക്കും. ആ സമയത്ത് നിങ്ങൾക്കൊരു വീട് നോക്കാനൊന്നും പറ്റില്ല എന്തായാലും. കാരണം ഈ ഒരു സാലറി വെച്ച് നിങ്ങൾക്ക്, ഇന്ത്യയിലെ സാലറി വെച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നു, അത് നിങ്ങൾക്ക് അന്വേഷിക്കാം അതിനെ പറ്റിയിട്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വളരെ പത്തറ്റിക്കാണ് ആക്ച്വലി. നമ്മൾ ഇത്രയും ഒരു ക്വാളിഫൈഡ് ആയിട്ട് എന്തുകൊണ്ടാണ് സാലറി ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. മേ ബി മാറുമായിരിക്കും, സിസ്റ്റം എല്ലാം മാറുമായിരിക്കും. ഇന്ത്യ ഇസ് എ ഡെവലപ്പിംഗ് കൺട്രി, സോ വി ക്യാൻ എക്സ്പെക്ട് സോ.
അപ്പോൾ അങ്ങനെ വേജിനെ പറ്റി പറഞ്ഞു, യൂറോപ്യൻ കൺട്രീസിനെ പറ്റി പറഞ്ഞു, അബ്രോഡിനെ പറ്റി ഞാൻ ഓവറോൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങളൊരു അത്യാവശ്യം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്, നിങ്ങളല്ല അവിടുത്തെ ബ്രെഡ് ഓണർ, നിങ്ങൾക്ക് വീണ്ടും ഒരു ക്യാഷ് നിങ്ങൾക്ക് അതിലോട്ട് ഇടാൻ പറ്റുമെങ്കിൽ പി ജിക്ക് പോകാം. പി ജി നല്ലൊരു ഓപ്ഷനാണ്. കാരണം പി ജി കോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാഫായിട്ട് മെഡിക്കൽ കോളേജ്, ഡെൻറ്റൽ കോളേജിലൊക്കെ നിങ്ങൾക്ക് ടീച്ചിങ് സ്റ്റാഫായിട്ട് കയറാം, ലെക്ചർ ആൻഡ് പ്രൊഫസർ ആ ഒരു ലെവലിലൊക്കെ നിങ്ങൾക്ക് പഠിച്ച് പോകാം. സോ വീണ്ടും നിങ്ങളൊരു 30, 40, 50 ലാക്ക് ഒക്കെ വീണ്ടും നിങ്ങൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഇല്ല, നിങ്ങൾക്ക് ഫെലോഷിപ്സ് അവൈലബിൾ ആണ്. ഫെലോഷിപ്പ് എന്ന് പറയുമ്പം നമുക്ക് സവിത ഡെൻറ്റൽ കോളേജ് അങ്ങനെയുള്ള ബാംഗ്ലൂരൊക്കെ കുറേ കോളേജസ് ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഒരു 2.5 ആ ഒരു ലാക്കിനൊക്കെ നിങ്ങൾക്കൊരു ഫെലോഷിപ്പ് കോഴ്സസ് ഒക്കെ ചെയ്യാം. അതൊക്കെ DCI അപ്രൂവ്ഡ് തന്നെയാണ്. നിങ്ങൾക്കത് മാക്സിമം നിങ്ങൾ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് ആ മാർക്കറ്റിൽ. കാരണം നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീൽഡിലേക്കാണ്. ഓൾറെഡി സ്കിൽഡ് ആയിട്ടുള്ളതും വർഷങ്ങളായിട്ട് പേഷ്യൻസ് എല്ലാം ഓക്കെ ആയിട്ടുള്ള ഒരു ഡോക്ടർ എല്ലാ ഏരിയയിലും കാണും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡോക്ടറുമായിട്ട് എത്ര ആണെങ്കിലും ഇതൊരു മാർക്കറ്റിംഗ് ആൻഡ് ബിസിനസ് തന്നെയാണ്. സോ നിങ്ങൾ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു അത്രയും സ്കിൽഡും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടറുമായിട്ട് കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സ്കില്ല് നിങ്ങൾ ഏൺ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഭയങ്കര ഡെഡിക്കേറ്റ് ആയിട്ട് നിങ്ങൾ BDS തൊട്ടേ നല്ല ഡെഡിക്കേഷനോടെ പഠിച്ച് വന്ന് നിങ്ങളൊരു ക്ലിനിക്കൊക്കെ ഓപ്പൺ ചെയ്യുക. ആൻഡ് ക്ലിനിക്ക് ഓപ്പൺ ചെയ്യാനും നമുക്കൊരു എങ്ങനെ പോയാലും ഒരു 7-10 ലാക്സ് മിനിമം വരും. ആൻഡ് നിങ്ങൾ ആ റെൻറ്റ് കൊടുക്കുന്ന സ്ഥലവും എത്രത്തോളം നിങ്ങൾ ചുരുക്കിയാലും ഒരു 7 to 10 ലാക്ക് എന്തായാലും മിനിമം വേണ്ടി വരും. ലൈസൻസും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഒരു 7 to 10 ലാക്ക് നിങ്ങൾക്ക് വേണ്ടി വരും. സോ അങ്ങനെ നിങ്ങളൊരു ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഐദർ യു ക്യാൻ ഓപ്പൺ എ ക്ലിനിക്, അതർവൈസ് യു ക്യാൻ ഗോ ഫോർ PG വീണ്ടും നിങ്ങളൊരു 3 years ആൻഡ് അതിനും നീറ്റ് PG ഉണ്ട്. അപ്പം നമ്മൾ ആ ഒരു കോച്ചിങ്ങിന് പോകണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് നീറ്റിൽ പാസ്സായതിന് ശേഷം നിങ്ങൾക്കൊരു സ്കോർ കാണുമല്ലോ, സ്കോർ വെച്ചിട്ട് അലോട്ട് ചെയ്യുന്ന കോളേജിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ആൻഡ് പെർ ഇയർ 10 ലാക്ക് ആയിരുന്നു എൻ്റെ സീനിയേഴ്സിൻ്റെ ഒക്കെ ഒരു ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പം അത് കുറച്ചുകൂടി ഇൻക്രീസ് ആയിരിക്കണം മാനേജ്മെൻറ്റ് കോളേജൊക്കെ ആണെങ്കിൽ. ആൻഡ് അതും ഈ പറയുന്ന പോലെ തന്നെ കുറേ കോളേജസിൽ PG അവൈലബിൾ അല്ല. അപ്പോൾ വളരെ ലിമിറ്റഡ് കോളേജിൽ നമുക്ക് ഉള്ള റാങ്ക് വെച്ച് കയറണമെങ്കിൽ നല്ല ഹാർഡ് വർക്ക് ചെയ്യണം. സോ PG ആണ് ഓപ്ഷനെങ്കിൽ പിന്നെ നമുക്ക് സ്റ്റാഫായിട്ട് കയറാം, ഇല്ലെങ്കിൽ PhD ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ അതിൽ പ്രൊമോഷൻ കിട്ടും. ആൻഡ് പ്ലസ് നിങ്ങൾക്ക് ക്ലിനിക്ക് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ നിങ്ങളൊരു ഫിനാൻഷ്യലി സെറ്റിൽഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു റൂട്ട് തന്നെ ഡെൻറ്റിസ്ട്രിയിൽ പിടിക്കാൻ പറ്റും. നിങ്ങൾക്കൊരു ഓൺട്രപ്രണർ ആയിട്ട്, ബിസിനസ്മാൻ ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാം. ഓക്കെ, സോ ഇത്രയും പറയാനുള്ളൂ. ന്യൂ ജനറേഷൻ ആൾക്കാർ ഒട്ടും തന്നെ ഭീതിയൊന്നും വേണ്ട. നമ്മൾ പറയില്ലേ, ഭീതി വേണ്ട, ജാഗ്രത മതി. സോ നമ്മൾ ചെന്ന് കയറുമ്പോൾ ഏതൊരു പ്രൊഫഷൻ ആണെങ്കിലും, ഇപ്പം ഞാൻ ഡെൻറ്റിസ്ട്രി എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് ഡെൻറ്റിസ്ട്രിയെ പറ്റി പറയുന്നതാണ്. അതേപോലെ മറ്റ് പ്രൊഫഷൻസും നിങ്ങൾ വളരെ ചിന്തിച്ചിട്ടേ നിങ്ങൾ എടുക്കാവൂ. കാരണം ഒരു 4-5 years നമുക്ക് വാല്യുബിൾ തന്നെയാണ്. ആ പഠിക്കുന്ന വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു ബ്രെഡ് ഏർണർ ആവണമെങ്കിൽ വീട്ടിലെ വി ഹാവ് ടു സ്റ്റഡി, വി ഹാവ് ടു ഡു ഹാർഡ് വർക്ക്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്ന സെക്ടർ പോലെ ഇരിക്കും നമുക്ക് ഏർണിങ്സ് ഒക്കെ. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചുള്ള കോഴ്സസും കോളേജും ഒക്കെ സെലക്ട് ചെയ്യുക. ആൻഡ് എന്തെങ്കിലും ഹെൽപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷനോ നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ, ഒരിക്കലും ഞാൻ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ഒന്നും ചെയ്യുന്നില്ല. BDS ഞാൻ ആദ്യമേ പറഞ്ഞു നല്ലൊരു സബ്ജക്റ്റാണ്, പക്ഷേങ്കിൽ അതിനെ ആ രീതിക്ക് തന്നെ കൈകാര്യം ചെയ്യുക. മാക്സിമം സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, നിങ്ങളുടെ ബ്രെയിൻ ഡാമേജ് ഒന്നും ചെയ്യാതിരിക്കുക, നിങ്ങൾ നല്ലതായിട്ട് പഠിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. സോ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ, നിങ്ങൾ സജഷൻ വേണമെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. മറ്റൊരു വീഡിയോയിലേക്കും കാണുന്നവരേക്കും ബൈ ബൈ.